ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി മനോഹരമായിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള ഒരു വില്ല വരുന്നത് കൃത്യമായി പറഞ്ഞാൽ വാഴക്കുളം എന്ന സ്ഥലത്താണ്. ആലുവ മൂന്നാർ റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ അടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. വീടിന് പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ധാരാളം ടെക്സ്ചർ വർക്കുകൾ വീടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ പ്ലെയിൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു. ബോക്സ് ടൈപ്പ് ഡിസൈനാണ് പൂർണ്ണമായും വീടിന് വരുന്നത്. വീടിന്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 6 മീറ്റർ വിടുത്തുള്ള ടാർ റോഡാണ്. മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്. വീടിന്റെ മതിലും ഗേറ്റും എല്ലാം വളരെ മിനിമലിസ്റ്റിക് ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും അതിനായി ഉപയോഗിച്ചിരിക്കുന്നു. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ്. കാർ പോർച്ചിന്റെ പുറകിലായുള്ള ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബുള്ള ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കുകളും നമുക്കവിടെ കാണാം. മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ചെറിയ ഗാർഡൻ സ്പേസും ഒരുക്കിയിട്ടുണ്ട്. മുറ്റത്തിന്റെ ഒരു ഭാഗത്ത് സെന്റർ ഭാഗത്തായിട്ട് വരുന്നത് കടപ്പ കല്ലുകളാണ്. ഇരുവശത്തും പെബിൾസും നൽകിയിരിക്കുന്നു. കിഴക്ക് ദർശനമായിട്ടാണ് കിണർ വരുന്നത്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിലാണ് ഗ്രാനൈറ്റ്. ഒരു ഭാഗത്ത് സ്ക്വയർ ടൂൾ ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്കുകളും കാണാം. വളരെ മികച്ച രീതിയിലാണ് മെയിൻ ഡോറിന്റെ നിർമ്മാണം. ഒറ്റപ്പാളിയിൽ നിർമ്മിച്ച വലിയ ഒരു മെയിൻ ഡോർ നൽകി. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിംഗ് സ്പേസ് ആണ്. വിശാലമായിട്ടുള്ളതാണ് ലിവിംഗ് സ്പേസ്. വെന്റിലേഷന് വേണ്ടി വലിയ ജനലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. വീഡിയോസ് എല്ലാം വയ്ക്കാവുന്ന സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പർഗോള ഡിസൈൻ ഇവിടെ വരുന്നുണ്ട്. വളരെ വിശാലമായ രീതിയിൽ തന്നെയാണ് ഡൈനിങ് സ്പേസും ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഐലൻഡ് ടൈപ്പ് വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വാനിറ്റി കൗണ്ടറും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വളരെ മികച്ച രീതിയിലും മനോഹരമായിട്ടുള്ള ഡിസൈനിലും കബോർഡ് വർക്കുകൾ ചെയ്ത ഒരു കിച്ചനാണ്. വൈറ്റ് കളറാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ വിൻഡോകൾ ഒരു വശത്തായിട്ട് വരുന്നുണ്ട്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നു. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളർ ടൈലാണ് ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുകളിലും വൈറ്റ് കളർ വാൾ ടൈലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. വർക്ക് ഏരിയ സ്പേസിനെയും കിച്ചനെയും തിരിക്കുന്ന ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് രണ്ടും. വെന്റിലേഷന് വേണ്ടി ഇവിടെയും നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ജനലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലുകളെല്ലാം നേരത്തെ
ലിവിംഗ് സ്പേസിലും ഡൈനിങ് സ്പേസിലും കണ്ട അതേ ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് എല്ലാ ബെഡ്റൂമിനും വരുന്നത്. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈൽ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. വുഡൻ ഡിസൈനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ടൈൽ പാറ്റേൺ ഒരു വശത്തും വരുന്നുണ്ട്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയും ജനല് വരുന്നുണ്ട്, ഇരുവശത്തും ജനല് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ ഏകദേശം അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളും അത് തന്നെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. കോവ് LED ലൈറ്റിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ ഡോറുകളാണ് വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ ടൈൽ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഏകദേശം വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റ് തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകളാണ് വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് വലിയ സ്പേസ് അല്ല അപ്പർ ലിവിംഗ് സ്പേസ്. എല്ലായിടത്തേക്കുമുള്ള പാസേജുകൾ ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 12 കിലോമീറ്ററാണ്. പെരുമ്പാവൂർ ടൗണിലേക്ക് നമുക്ക് 10 കിലോമീറ്ററാണ് അകലം. എയർപോർട്ടിലേക്ക് പോകുന്നതിന് ഏകദേശം ഒരു 15 മിനിറ്റ് മതിയാവും. അതുപോലെ തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റും. ഏകദേശം 8 കിലോമീറ്ററാണ് ആലുവയിലേക്കുള്ള ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാം. ഏകദേശം 2 കിലോമീറ്റർ താഴെയാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നത്. ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ ഈ വീടിന് വളരെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 2018 പ്രളയം പോലും ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീടുള്ളത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമുകൾക്ക് പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബാത്റൂമുകളെല്ലാം നല്ല മികച്ച രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 5 സെന്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പുറത്തുള്ള ബാൽക്കണി, യൂട്ടിലിറ്റി സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൂടി കൂട്ടിയെടുക്കുന്നതിനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഈ ഭാഗം കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഉപയോഗത്തിനായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആവും. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലുകൾ ഗ്ലാസും MS-ഉം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം. 5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ 2350 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുകളും വർക്ക് ഏരിയ, യൂട്ടിലിറ്റി സ്പേസ്, 2 കാർ പാർക്കിംഗ് എന്നിവ അടങ്ങുന്നതാണ് ഈ വീട്. കിണറുകളും ലഭ്യമാണ്. വീടിന്റെ വില 68 ലക്ഷം രൂപയാണ്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി.